കൂരിയാട് ദേശീയപാത പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ അന്തിമ രൂപരേഖയായില്ല. ഗതാഗതക്കുരുക്ക് രൂക്ഷം. വയഡക്ട് നിർമ്മാണത്തിൽ തർക്കം തുടരുന്നു. കോഴിക്കോട് തൃശൂർ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ തകർന്ന വേങ്ങര കൂരിയാട്ടെ പാതയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച അന്തിമ രൂപരേഖ ഇനിയും ആയിട്ടില്ല. പണി തുടങ്ങാനുള്ള അനുമതി കരാറുകാർക്ക് ഇതുവരെ ലഭിക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 19 കൂരിയാട് നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കെ 250ഓളം മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള പാത തകർന്നത്. അന്ന് പരിശോധന നടത്തിയ വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം ഇവിടെ 400 മീറ്റർ ദൂരത്തിൽ വയഡക്ട് നിർമ്മിക്കണം. ഉറപ്പില്ലാത്ത മണ്ണുള്ള വയൽ ഭാഗത്ത് മുഴുവൻ ദൂരത്തിലും വയഡക്ട് നിർമ്മിക്കണമെന്നും ഇരുവശത്തുമുള്ള സർവീസ് റോഡിന്റെ ഉയരം കൂട്ടണമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും കർഷകരും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കൂരിയാട് അടിപ്പാതയുടെ പാലം മുതൽ പാടത്തുള്ള ആദ്യത്തെ പാലം വരെ വയഡക്ട് നിർമ്മിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. ഇത് 400 മീറ്ററിൽ താഴെയാണ് താനും. ഇതിനു പോലും അന്തിമാനുമതി ലഭിച്ചിട്ടില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. നേരത്തെ കെട്ടിപ്പൊക്കിയ 40 അടിയിലധികം ഉയരത്തിലുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റി. മണ്ണ് പരിശോധനയും പൈലിങ്ങും കഴിഞ്ഞിട്ടും പണിക്കാരും യന്ത്രങ്ങളും അനുമതിയും കാത്തിരിക്കുകയാണ്. ഇതിനിടെ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡുകൾ തുറന്നുകൊടുത്തത് യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്തിട്ടും കൂരിയാട് ഏതു സമയത്തും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ 1 കിലോമീറ്ററോളം അകലെ കൊളപ്പുറം കവല വരെ ഗതാഗത കുരുക്ക് നീളാറുണ്ട്. തിരക്കേറിയ പരപ്പനങ്ങാടി മലപ്പുറം സംസ്ഥാന പാത ഈ റോഡിന് കുറുകെ കടന്നു പോകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ ഭാഗത്തെത്തുമ്പോൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സംസ്ഥാന പാത മുറിച്ചു കടക്കാൻ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇത് മുൻകൂട്ടി അറിയുന്ന പലരും കൂരിയാട് പനമ്പുഴ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ഈ പ്രദേശത്തെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് കൂരിയാട്. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.